ഖിയാമത്ത് നാളിൽ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലവസാനത്തെ 3 വിഭാഗത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു വ്യക്തി അദ്ദേഹം ധനം ചെലവഴിക്കും, സദഖ നൽകും, വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയുന്നില്ല, ഒരാളെയും അറിയിക്കാതെ. ഞാനും എൻ്റെ റബ്ബും പിന്നെ ആ വ്യക്തിയും അറിഞ്ഞാൽ മതി, വേറെ ഒരാളും അറിയണ്ട. ഇങ്ങനെ തീരുമാനിക്കാൻ ചില്ലറ ക്ഷമ പോരാ. കാരണം പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു നന്മ 1-2 ആളുകളെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ആളുകൾക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നീട് പറഞ്ഞറിയിക്കും. അതിനാണ് സുമഅത്ത് എന്ന് പറയുന്നത്. റിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ വേറൊരാൾ കാണട്ടെ എന്ന് വിചാരിച്ച് ചെയ്യലാണ്. സുമഅത്ത് എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല, പക്ഷെ ഇത് ആരെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ. ഞാൻ ഇത്രയും വലിയൊരു സഹായമൊക്കെ പലർക്കും ചെയ്തിട്ട് എന്നെ പറ്റി ആരും ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ആളുകളോട് പറയാണ്, ഞാൻ എന്നാലും ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു. അതാണ് സുമഅത്ത്. ഇതൊന്നുമില്ലാതെ ഞാനും എൻ്റെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ടൊരു സദഖ ചെയ്താൽ അള്ളാഹുവിന്റെ കോപം കെട്ടുപോകുന്ന ആ അടിമയോടുള്ള അള്ളാഹുവിന്റെ ഏതെങ്കിലും നിലക്ക് അയാൾ തെറ്റുകാരനാണെങ്കിൽ അള്ളാഹുവിന്റെ കോപം കെടുകയും അള്ളാഹു ആ വ്യക്തിയെ തൃപ്തിപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള സദഖകൾ